അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ കോണിക്കൂടിൻ്റെ തേപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ പണിയെടുത്ത് കണ്ട് ഒപ്പിച്ച് കേട്ടോ. ഈ വീടിൻ്റെ മുതലാളി വെച്ചാൽ ആൾ സൂപ്പറാട്ടോ. തമാസാറല്ല, അയാൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ നമ്പർ കണ്ടുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്നാണ് എനിക്ക് വിളിച്ച് കണ്ട് ഈ പണി തന്നിരിക്കുന്നത്. ആൾ സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ അബുമാഷ പോലെ പണിയെടുത്തു. ആ പണിമ കൂലിയൊക്കെ ആയിട്ട് അബുമാഷിന് കൂലി വെച്ച് തന്നു. അയാൾ നല്ല ഒരാളാണ്. പിന്നെ എൻ്റെ അമ്മോൻ്റെ കുട്ടീൻ്റെ ബസീറിൻ്റെ പണിയെടുത്തു. അതിന് പണിക്കൂലി ഒത്തുക്കണ്. അത് കഴിഞ്ഞിട്ട് തൂര് ഇമ്രാഖാൻ്റെ പണിയെടുത്തു. അതിന് എനിക്ക് പണിക്കൂലി ഒത്തുക്കണ്. അതിൻ്റെ കുറച്ച് മുന്നേ ഈ മൂന്നാളി കുറച്ച് മുന്നേ ചില പണിമേ എന്ന് വെച്ചാൽ സാധാരണക്കാരെ വീടിൻ്റെ പണി പോയെടുത്താൽ കൂലിയത്തല്ലേ കൂലി അവർ വെച്ച് തരും. ഈ ഇടത്തരായി ഈ കണ്ണിച്ചോരില്ലാത്ത മുതലാളിമാർ അതേമാതിരി ഈ മൊത്തം കരാറക്കുന്ന ചില കോൺട്രാക്ടർമാരെ പണിയെടുത്തിട്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് പണിക്കൂലി വെക്കൂല. പണിക്കാരെ കൂലിയെ കൊടുത്താൽ എനിക്കിപ്പോൾ പണിക്കൂലി കിട്ടൂല. പിന്നെ അങ്ങനെ ഈ അണ്ണന്മാരൊക്കെ ഇതൊക്കെ പട്ടിക്ക് മേടിച്ചുകാണ്ട് അങ്ങനെ പോയി അത് ലാസ്റ്റ് ഇങ്ങനെ കടായിക്കാണ്ട് എൻ്റെ വീടിൻ്റെ ചുമര് 4 ഇഞ്ചിൻ്റെ ഓളമിക്സാണ്. അത് വെട്ടലാക്കാനും അതേമാതിരി ആസ്പിറ്റാസ് സെറ്റ് ചെയ്യുന്നു. അത് കമ്പി ഓടും ആക്കാനും ഞാൻ വണ്ടൂർ പിന്നോക്ക് ഭാഗത്ത് നിന്ന് ലോൺ എടുത്തിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുറത്ത് ഈ പണിക്കൂലി ഒക്കാത്തത് കൊണ്ട് അവിടെ ഇവിടെയും പൈസ കൊടുക്കേണ്ടിയിരുന്നു, അണ്ണന്മാർക്ക് കൊടുക്കേണ്ടിയിരുന്നു. അതിൽ 2 ലക്ഷം റുപ്യ ഈ ലോൺ എടുത്തിട്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 4 ഇഞ്ചിൻ്റെ ഓളമിക്സ് ചുമര് വെട്ടലാക്കിയില്ല. കാരണം ഒക്കെപ്പാടെ പൈസ ഉണ്ടാവില്ല, അർജൻറ്റ് പൈസ കൊടുക്കാണ്ടായിരുന്നു. ഞാൻ അന്ന് കമ്പി മേടിച്ചങ്ങാണ്ട് കൗക്കോലും പട്ടിയും കമ്പിയാക്കി ഓടും മേഞ്ഞങ്ങാണ്ട് ആസ്പിറ്റാസിൻ്റെ സീറ്റ് ഒഴിവാക്കി. ഇപ്പോഴും എൻ്റെ വീട് 4 ഇഞ്ചിൻ്റെ ചുമരാണ്. അപ്പോൾ എന്താ പറയുക, പണിക്കൂലി ഒക്കാത്തത് കൊണ്ടാണ് എനിക്കങ്ങനെ എൻ്റെ വീടിൻ്റെ ചുമര് വെട്ടലാക്കണമെന്ന് കരുതിയിട്ട് അത് എനിക്ക് മാറ്റാൻ പറ്റാതെ ആയത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫുള്ള് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് കണ്ട് പണിയിട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതിന് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടിയാലുള്ളവർക്ക് എൻ്റെ കടം വിടാൻ പറ്റുക. ഇതിന് വേണ്ടി ഞാൻ 1 കൊല്ലം മുന്നേ സെക്രട്ടറിയേറ്റ് പോയിരുന്നു. അപ്പോൾ മജീദെ ശരിയാക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു ലേബർ കമ്മീഷണർ കത്തയച്ചു. കേരളത്തിൽ 2019 വരെ ഒരു മേസരിക്ക് 890 ഹെൽപ്പർക്ക് 770. ആ കൂലിയൊക്കെ അടുത്ത ബന്ധപ്പെട്ട ഓഫീസിൽ പോയി ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞാണ്ട് ഞാൻ കലക്ടറെ പോയി കണ്ടുകൊണ്ട് മലപ്പുറം കലക്ടറെ പോയി കണ്ടാണ് അവിടെ നിവേദനം കൊടുത്തത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. അന്ന് ഞാൻ ഫസ്റ്റ് നടന്നുകൊണ്ടാണ് അന്ന് ഞാൻ സെക്രട്ടറിക്ക് പോയത്. ഫുള്ള് നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ എൻ്റെ കാലിന് മസിൽ കയറിയിട്ട് ഞാൻ വണ്ടൂരിൽ നിന്ന് അങ്ങാടിപ്പുറം പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഞാൻ നടന്നു. അത് കാല് മസിൽ വേദന ആയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ട്രെയിൻ പോയിക്കാണ്. അന്ന് അങ്ങാടിപ്പുറം വെച്ചാൽ വണ്ടൂരത്തെ ഒരു ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൂടി കാണിച്ചു തരാം. ഓക്കെ, ആ വീഡിയോസ് ഫുള്ള് കാണും നിങ്ങൾ. ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ ആധിക്യം കാരണം തദ്ദേശീയർക്ക് ജോലി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കാളികാവ് സ്വദേശിയുടെ ഒറ്റയാൾ പോരാട്ടം. തദ്ദേശീയർക്ക് ജോലി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര നടത്തിയാണ് നീലാഞ്ചേരി സ്വദേശി KP മജീദിന്റെ വേറിട്ട പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെ 7 മണിക്കാണ് പ്രതിഷേധ നടത്തം ആരംഭിച്ചത്. വണ്ടൂരങ്ങാടിയിൽ നിന്നും കാൽനടയായി പുറപ്പെട്ട മജീദിന് തിരുവനന്തപുരത്തെത്തി തന്റെ ആവശ്യം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിഥി തൊഴിലാളികൾ കുറഞ്ഞ വേതനമാണ് വാങ്ങുന്നത്. ഇങ്ങനെ ജോലി ചെയ്യാൻ തദ്ദേശീയർക്ക് സാധിക്കുന്നില്ല. കേരളത്തിലെ ജീവിത നിലവാരവും മറ്റ് സംസ്ഥാനങ്ങളിലെ നിലവാരവും വ്യത്യസ്തമാണ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന നാട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കണമെന്നും മജീദ് പറയുന്നു. ഞാൻ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 2ാം വാർഡിലെ മജീദാണ്. നിങ്ങൾ കണ്ടില്ലേ വണ്ടൂരത്തെ ആ ചാനലത്തെ വീഡിയോസ്? അത് 1 കൊല്ലം മുന്നേ അന്ന് ഞാൻ അങ്ങനെ പോയപ്പോൾ ഓല് എടുത്ത ഒരു വീഡിയോസാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അത് കാണിച്ച് തരുന്നത് എൻ്റെ നിർബന്ധമാണ്. കാരണം ഇനിയും ഞാൻ അതിന് പോരാടും. എന്നുവെച്ചാൽ ഞാൻ തോറ്റ് നിൽക്കില്ല ഒരിക്കലും തോറ്റ് നിൽക്കില്ല. എനിക്ക് കുറേ വീടിൻ്റെ പണിയെടുത്തിട്ട് എന്നുവെച്ചാൽ ബംഗാളി റേറ്റ് എടുത്തിട്ട് കഷ്ടപ്പാട് ഉണ്ടെങ്കിലും ഞാൻ തോറ്റുകാണ്ട് ഒരു ഭാഗത്ത് ഒരിക്കലും നിൽക്കില്ല. പിന്നെ പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയാനൊരു എനർജി കിട്ടിയ പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ. കാരണം ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ഓരോ സർക്കാർ ഓഫീസിലും ഇതിന് വേണ്ടിക്കാണ്ട് കയറി ഇറങ്ങി എനിക്ക് നല്ല ധൈര്യമുണ്ട് മനസ്സിന്. ചില ആൾക്കാർ ഇത് കണ്ടാൽ മജീദിന് പിരാന്ത് കോമാളി എന്നൊക്കെ പറയുന്നവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ ഇതിന് വേണ്ടി ഇനിയും പോരാടും. എന്ന് വെച്ചാൽ
ഇനി വേണമെങ്കിൽ ഇനിയും തന്നെ ഞാൻ സെക്രട്ടേറിയറ്റിൽ ഞാൻ പോകാൻ ഇനിയും തയ്യാറാണ്. അപ്പോൾ എനിക്കിനി കടം വീട്ടണമെങ്കിൽ പിന്നെ സെക്രട്ടേറിയറ്റിൽ പോയി തന്നെയാണ് ശരിയാകുമെന്ന് പിന്നെ വെച്ചാൽ പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ പറയണില്ല. കാരണം നമ്മളെ ഗാന്ധിജി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണം, ഒരുപാട് സമരം ചെയ്തിരിക്കണം, എന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിങ്ങാണ്ട് ഈ മലയാളീസിന് പണിക്കൂലി വെക്കാൻ വേണ്ടി ഇതിന് വേണ്ടി ഞാൻ ഒരുപാട് ഇനിയും ഞാൻ പൊരുതും. അതുറപ്പാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഇടൽ പറഞ്ഞാൽ എൻ്റെ കടബാധ്യത വീട്ടാൻ വേണ്ടി ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോസും ഇടല്. ഓക്കെ, എൻ്റെ കടം വീട്ടിയിട്ട് പിന്നെ ഇതിന് എന്തെങ്കിലും പൈസ ഇട്ടുക വെച്ചാൽ ഞാൻ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫുള്ള് നിങ്ങൾ കാണുക. ഓക്കെ, ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. അപ്പോൾ മനുഷ്യന്മാരെ, ഞാൻ മജീദാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ചന്ദ്ര പിന്നിയിലാണ്. ഇവിടെ ഒരു വീടിൻ്റെ തേപ്പാണ്. അപ്പോൾ ഏകദേശം ഇനി ഒരു മാസത്തിൻ്റെ ഏറ്റവും കൂടി ഇവിടെ പണിയുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, നിങ്ങളുടെ വീടിൻ്റെ തേപ്പോ പടവോ ടൈൽസിൻ്റെ പണിയോ അങ്ങനെ എന്ത് പണി ഉണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ 90 48 99 35 48. എന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവാരക്കുണ്ട് കാളികാവൽ മലയാളീസ് പണിക്കാർ ഒരു ടീമായിങ്ങാണ്ട് ഒരു സെറ്റായിങ്ങാണ്ട് ഞങ്ങൾ പണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പിന്നെ ഇപ്പോൾ ജോണി വാക്കറുടെ ആ ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ എന്നുവെച്ചാൽ അത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട സിനിമയാണ്. എന്നുവെച്ചാൽ ഇപ്പം അത് ഓർമ്മ വരാൻ കാരണം നമ്മുടെ ലാലേട്ടൻ്റെ പിന്നെ തുടരും ആ സിനിമയിൽ ആ പാട്ടിനെ കണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് അത് തൂര് സാഗർ സിനിമകളിൽ പിന്നെ ആണ് പിന്നെ വെച്ചാൽ ആ സിനിമ അന്ന് പിന്നെ വന്നത്. എന്നുവെച്ചാൽ റിലീസൊക്കെ കഴിഞ്ഞാണ്ട് പെരിന്തൽമണ്ണ കഴിഞ്ഞ് അതേമാതിരി പാട്ടിക്കാട് കഴിഞ്ഞാണ്ട് മേലാറ്റൂർ കഴിഞ്ഞാണ്ട് ലാസ്റ്റാണ് തൂര് വരിക. അപ്പോൾ അന്ന് പിന്നെ സിനിമക്ക് പോകാൻ പൈസ അല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങൾക്ക് സിനിമ കാണാനൊക്കെ അന്നൊരു നിർബന്ധമായിരുന്നു. അന്ന് സിനിമ ഭ്രാന്തായിരുന്നു. അതിലൊക്കെ നോക്കുമ്പോൾ ഉണ്ട് വീട്ടിൽ ഈ എന്താ തള്ളക്കയിൽ മുറിഞ്ഞത് എന്ന് വെച്ചാൽ ഈ അലുമണി തള്ളക്കയിൽ, അതിൽ ആ മുറിഞ്ഞ അലുമണി തള്ളക്കയിൽ ഞാനും എൻ്റെ തുണക്കാരന്മാരും കൂടിക്കാണ്ട് അവിടെ തൂര് പയതെടുക്കണ അവിടെ കൊണ്ടുപോയി കൊടുത്തുകാണ്ട് സിനിമക്ക് ഏകദേശം പിന്നെ ടിക്കറ്റിന് പൈസ സെറ്റായി. അങ്ങനെ ജോണി വാക്കർ കണ്ടുങ്ങാണ്ട് വീട്ടിൽ കണ്ടെത്തിയപ്പോൾ റബ്ബേ വീട്ടിൽ നിന്ന് പടപട പറഞ്ഞാണ്ട് അരയൊക്കെ പോയിട്ട് ഭയങ്കര അടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെരക്കാരൊക്കെ അടി കിട്ടണം. എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കുട്ടിയല്ലേ, അപ്പോൾ നമ്മൾ അടിച്ചുമ്പോൾ അന്ന് നമുക്കൊരു ചെറിയ ദേഷ്യം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു രസമായി തോന്നുക, ഒരു സുഖം. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെ മനസ്സിന് ഇപ്പോൾ അതൊരു സുഖമായി ഇങ്ങനെ തോന്നും. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖമുള്ളത് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ അയാളുടെ കുട്ടിക്കാലമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിന്നെ രേഖപ്പെടുത്തുകൊണ്ടു. അപ്പോൾ അന്ന് ആ ജോണി വാക്കറുടെ പിന്നെ അതിൽ നല്ല 2-3 പാട്ടുണ്ട്. അതിൽ ഒരു പാട്ട് ഞാൻ പാടിത്തരാം. ചാഞ്ചക്കം തെന്നിലും താളത്തിൽ തുള്ളിയും എന്നെ കൊണ്ട് വെക്കണമാര് ഞാൻ പാടിത്തരാം. ഓക്കെ, അപ്പോൾ വീണ്ടും പറയണേ, പണിൻ്റെ പറഞ്ഞുകൊണ്ടു 90 48 99 35 48. അപ്പോൾ പാട്ട് കേട്ട് നോക്കി.
ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താൽ പെട്ട പീലി കെട്ടും ചില്ലുമേഘമേ ഓ ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താര പെട്ട പീലി കെട്ടും ചില്ലുമേഘമേ ഓ വെൺപ്രാവുകൾ ചേക്കേറുമീ ചുരങ്ങളിൽ വരങ്ങളിൽ കാറ്റോടിയോ പൂത്തുമ്പികൾ പിൻകുമ്പിളിൽ പമ്മിയും പതുങ്ങിയും തേൻ തേടിയോ നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോൾ അപ്പോൾ എങ്ങനെയുണ്ട് പാട്ട്? ഉസാറാണോ? അപ്പോൾ നമ്മുടെ മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ കോടീശ്വരന്മാരാക്കിയത് ആരൊക്കെയാണ് നിങ്ങൾ പറഞ്ഞാണ്? എന്നുവെച്ചാൽ മുറിഞ്ഞ തള്ളക്കാൽ എന്നെപ്പോലെ ആൾക്കാർ വിറ്റുകാണ്ടും പിന്നെ നമ്മൾ പണ്ടൊക്കെ പീടിക്ക് എന്നുവെച്ചപ്പോൾ ഇപ്പോഴത്തെ കീസിന് പകരം ഈ ന്യൂസ് പേപ്പർ പശ കൊണ്ട് ഒട്ടിച്ചുകാണ്ട് കൂടുണ്ടാക്കും. ഒരു കൂടുണ്ടാക്കിയാൽ 5 പൈസ കിട്ടും. അങ്ങനെ പല കൂടുണ്ടാക്കിയിട്ടാണ് സിനിമാ ടിക്കറ്റിന് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ മമ്മൂട്ടിനെ മോഹൻലാലൊക്കെ കോടീശ്വരന്മാരാക്കിയത്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.